2 ചിറ്റാമ്പനെയും വിളിച്ചിട്ട് പറ്റുന്ന പോലെ ചെന്നൈ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം കൊണ്ടൊന്നും ചെന്നൈ കാണാൻ പറ്റുന്നതിന് നല്ലതുപോലെ അറിയാം. ആ കണക്കിന് ഉച്ചയ്ക്കും കൂടെ ഇറങ്ങിയത്. ഈ ചെറിയ സമയം കൊണ്ട് എന്തോ കാണാനാന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ചെന്നൈ വന്നിട്ട് ഫീനിക്സ് മോള് കാണാതെ പോയാൽ എങ്ങനെയാല്ലേ? അതുകൊണ്ട് ആദ്യം തന്നെ വെച്ച് പിടിച്ച് അങ്ങോട്ടാണ്. അവിടെ ചെന്ന് ചിറ്റാനെ കൊണ്ട് 2 ലിപ്സ്റ്റിക് അങ്ങ് മേടിച്ചിട്ട് ഇതാ ഈ ഒരു പച്ച സാധനം കണ്ട് എന്നതാ പാക്കോ അങ്ങനെ എന്നാണ്ടല്ലേ പറയുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടെന്ന് വിചാരിച്ചതും ജന്മം ഉണ്ടെങ്കിൽ 2 ചിറ്റാന്മാർ സമ്മതിക്കുന്നില്ല. അത് കഴിക്കേണ്ട പച്ച ജ്യൂസ് മേടിച്ചു തരാമെന്ന് പറഞ്ഞതാ ഇത് മേടിച്ച് വന്നിട്ട് എന്നെ അവിടെ ഇരുത്തി. പിന്നെന്താ ഇത് ട്രൈ ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിച്ച അതങ്ങ് ഇന്നങ്ങ് തീർത്ത്. അതേ കണക്ക് തന്നെ എൻ്റെ ആഗ്രഹം ഇന്ന് തീർന്നു. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് റിയാക്ഷൻ ഇതായിരുന്നു. ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ചെറിയ ഇതിലൊരു ഫുഡ് അടി നടത്തിയിട്ട് നേരെ വിട്ടത് ടീ നഗറിലാട്ടോ. ഇല്ലാത്ത ഒന്നുമില്ല, മറ്റേ ഉപ്പോട്ട് കർപ്പൂരം വരെ കിട്ടുമെന്ന് പറയത്തില്ല, അത് തന്നെ. ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല. സ്ട്രീറ്റിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വണ്ടി പോലും അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു സ്കൂട്ടർ പോയിട്ടൊരു സൈക്കിൾ പോലും യൂസ് ചെയ്യാൻ പറ്റില്ല. ഫുള്ളും നമ്മൾ നടന്ന് തന്നെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ടീ നഗർ മൊത്തം കറങ്ങി കണ്ട് കടകളിൽ കയറി കുറച്ച് അധികം സാധനങ്ങളും മേടിച്ച് ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ നടുവിൻ്റെ കോല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എൻ്റെത് മാത്രമല്ല കേട്ടോ, 2 ചിറ്റന്മാരുടെ സെയിം അവസ്ഥ തന്നെയായിരുന്നു. അവിടുത്തെ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള കടയിൽ കയറി ഫുഡ് കഴിച്ചു. അപ്പോഴത്തേക്ക് ഞാനൊരു പരുവായിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് റൂമിലെത്തി കിടന്നാൽ മതി എന്നായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് നേരെ ഊബറിൽ ഞങ്ങൾ റൂമിലോട്ട് പോയി. അപ്പം അത്രയുള്ള ഇന്ന്. ഓക്കെ, ബൈ.